ടെൽ മീ അബൌട്ട് യുവർ ഡാഡ്. അച്ഛൻ എന്തായിരുന്നു ഏറ്റവും വലിയ ഒരു ഇൻഫ്ലുവൻസ് എന്ന നിലയ്ക്ക് എന്തായിരുന്നു ഫോർ യു? എനിക്കറിയില്ല. ഹീസ് ഇസ് ഐഡൽ ഫോർ മീ. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആണ് അച്ഛൻ. ആൻഡ് ഐ ബിലീവ് ഹീസ് ഓൾവേസ് ദെയർ വിത്ത് മീ. ഇപ്പോൾ ഫിസിക്കലി ഇല്ലെങ്കിൽ പോലും I feel his presence, and whatever good or bad I do in my life, he's always there with me. എന്നുള്ളത് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യണ ഒരു കാര്യം. ആര്യെ പോലെയായിരുന്നോ സ്വഭാവമൊക്കെ? അതെനിക്കറിയില്ല, ബട്ട് ഐ നോ ദാറ്റ് ഹി വാസ് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ്. അതായത് എൻ്റെ അച്ഛനെ അറിഞ്ഞിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള എവ്രിബഡി ലവ്സ് ഹിം ആസ് എ പേഴ്സൺ. ഇത്രയും സ്നേഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ഞങ്ങളൊക്കെ അതിശയിച്ചു പോയിട്ടുണ്ട്. ഇത്രയും ഞങ്ങൾ എപ്പോഴും പറയും ഭയങ്കര ഫാൻസ് ആണല്ലോ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് ദ കൈൻഡ് ഓഫ് ജോവിയൽ പേഴ്സൺ ഹീ ഈസ്. ആൻഡ് ഹീസ് എ മോസ്റ്റ് സെൽഫ്ലെസ് പേഴ്സൺ ഐ ഹാവ് seen in my entire life. So were you looking for somebody like that? Yes, I was actually, ഞാനിപ്പോൾ ആ സെൽഫ്ലെസ് പറയുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. I think just like my father, the next very selfless person I have met in my life is Sibin. And I think this happened because my father wanted this to happen. അതുകൊണ്ടാണ് ഇത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇറ്റ് ഹാപ്പൻഡ് ബിക്കോസ് മൈ ഫാദർ വാണ്ടഡ് ദിസ് ടു ഹാപ്പൻ. ഇതിനു മുമ്പ് lot of things didn't work out. I'm not complaining. I have no regrets. It didn't work out because my father was not happy with that. He didn't want that. Really? Yeah. Okay. ഞാൻ ഒരു കാര്യം ഇവിടെ, ഈ സിംഗിൾ പാരന്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അൺയൂഷ്വൽ അല്ല. എസ്പെഷ്യലി മീഡിയ സർക്കിളിൽ നിൽക്കുന്ന, പബ്ലിക് ഐയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സിംഗിൾ പാരന്റിംഗ് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. What are the challenges you dealt with as a single parent? Actually for me, ഞാനിപ്പോൾ പാരന്റിങ്ങിനെയും സിംഗിൾ പാരന്റിങ്ങിനെയും രണ്ടായിട്ട് എനിക്ക് അങ്ങനെ കാണണം എന്ന് തോന്നിയിട്ടില്ല. മെയിൻലി ബിക്കോസ് എനിക്കുള്ളത് കോ പാരന്റിങ് ആണ് ഫോർ മീ മോർ ദാൻ സിംഗിൾ പാരന്റിങ്. ഞാൻ കൂടുതലും കോ പാരന്റിങ്ങിലാണ് വിശ്വസിക്കുന്നത്. ആൻഡ് അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളതും ഒരു പരിധി വരെയും ഞാൻ തന്നെയാണ്. സിൻസ് മോൾ ഇസ് വിത്ത് മീ, എൻ്റെ കസ്റ്റോഡിയൻഷിപ്പ് ആണല്ലോ. അപ്പൊ ഇറ്റ്സ് ലൈക്ക് എത്രത്തോളം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഐ കമ്മ്യൂണിക്കേറ്റ് തിങ്സ് വിത്ത് ഹർ ഫാദർ. എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, ആളുടെ അടുത്ത് നിന്ന് അപ്ഡേറ്റ്സ് എടുക്കാറുണ്ട്. സോ ഐ തിങ്ക് ആ ഒരു സ്പേസ് എൻ്റെ അത്ര തന്നെ ഹി ഓൾസോ ഡിസേർവ്സ് ഇറ്റ്. അപ്പം കുഞ്ഞിനും അത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് ലെറ്റ് ദ കിഡ് നോ ദാറ്റ് ഓക്കെ ദ ഫാദർ ഹാസ് ഈക്വൽ ഇമ്പോർട്ടൻസ് ജസ്റ്റ് ലൈക്ക് ദ മദർ. അമ്മേനെ പോലെ തന്നെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് തന്നെയാണ് അച്ഛനും. ആ ഒരു സാധനമാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. വേറെ എന്ത് കൊടുത്താലും ഒരു ടൈം കഴിയുമ്പോൾ അത് നമുക്ക് തിരിച്ചടിക്കും എന്നുള്ളത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ലെറ്റ് ഇറ്റ് ബി ലൈക്ക്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു മെയ്ഡ് ദിസ് കിഡ് ടുഗെദർ. യു ഹാവ് ഹാഡ് യുവർ ഗുഡ് ടൈംസ് ഇൻ ദ പാസ്റ്റ്. ആ ഗുഡ് ടൈംസിന്റെ റിസൾട്ട് ആണ് ഈ കുഞ്ഞെന്ന് പറയുന്നത്. പക്ഷെ ബിറ്റർനെസ് എഫക്റ്റ് ചെയ്യാറില്ലേ? കാരണം എപ്പോഴും ദ ഹോൾ പ്രോസസ് ഓഫ് ഡിവോഴ്സ് ഓൾസോ ലീഡ്സ് ടു എ ലോട്ട് ഓഫ് ഒത്തിരി ബിറ്റർനെസ്സും ആ ഒരു ഫേസിലൂടെ കടന്നിട്ടായിരിക്കും ഒരു പീസിലേക്ക് എത്തുന്നത്. യെസ് യെസ് ഡെഫിനറ്റ്ലി. ബിറ്റർനെസ് എഫക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മളെ എഫക്ട് ചെയ്യും. ഇപ്പൊ പേഴ്സണലി എന്നെയും ചിലപ്പം എൻ്റെ എക്സ് പാർട്ട്ണറിനെയും അതൊക്കെ എഫക്ട് ചെയ്യുമായിരിക്കും. കുഞ്ഞുങ്ങളെ അത് എഫക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്ക് നമ്മളത് അവർക്ക് ഫീഡ് ചെയ്യാത്തിടത്തോളം കാലം അത് അവരെ എഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അൺടിൽ ആൻഡ് അൺലെസ് വി പർപ്പസ്ഫുള്ളി ലെറ്റ് ദം നോ ദാറ്റ് ഇത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണ് എന്ന് നമ്മൾ പറയാത്തിടത്തോളം കാലം കുട്ടികൾ അത് ബോദർ ചെയ്യില്ല എന്നേ ഞാൻ പറയും. അല്ലാത്ത പക്ഷം ഇറ്റ് ഷുഡ് ബി സംതിങ് വെരി ടോക്സിക്. ലൈക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഡിവോഴ്സ് എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഐ ഡിഡ്ന്റ് ഹാവ് എ ടോക്സിക് റിലേഷൻ ഓർ എനിത്തിങ്. വി വർ വെരി ഗുഡ് വിത്ത് ഈച്ച് അതർ. ബട്ട് ഡ്യൂ ടു സം സിറ്റുവേഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഗുഡ് ടേംസിൽ സെപ്പറേറ്റ് ആയ ആൾക്കാരാണ്. ദിസ് ഇസ് നോട്ട് ദ സെയിം സിനാരിയോ എവ്രിവെയർ. ദെയർ ഹാസ് ബീൻ ഐ മൈസെൽഫ് ഹാവ് സീൻ വെരി ടോക്സിക് റിലേഷൻഷിപ്സ് എന്ന് പിള്ളേരെയും കൊണ്ട് ഓടിയിട്ടുള്ള അമ്മമാർ അതുണ്ട്. ദാറ്റ് ഇസ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സിനാരിയോ. സോ അതുമുണ്ട്. ദാറ്റ് ഓൾസോ മാറ്റേഴ്സ്. ലൈക്ക് എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നാണ് നമ്മൾ where did we part ways from എന്നുള്ളത് is also very important. So for me
എനിക്കതൊരു എന്താ പറയുക, ഒരു അനുഗ്രഹമായിരുന്നു. ലൈക്ക് നമ്മളൊരു വഴക്ക് പിടിച്ച് സ്പ്ലിറ്റായി അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് രക്ഷപ്പെട്ടോടി അങ്ങനത്തെ ഒരു ഹിസ്റ്ററി അല്ല. രണ്ടുപേർക്കും ഒത്തുപോവില്ല എന്നുള്ളത് 100% ഉറപ്പ് വന്നതുകൊണ്ട് വളരെ സമാധാനപരമായി സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം കുഞ്ഞിനറിയാം. ഷീ നോസ് എവറിഥിങ്, ഷീ ഹാസ് സീൻ എവറിഥിങ്, വി ഹാവ് ലെറ്റ് ഹർ നോ എവറിഥിങ്. ഒന്നും ഹൈഡ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. എല്ലാം വളരെ ട്രാൻസ്പെറൻസിയോടുകൂടി തന്നെ കൊണ്ടുപോയ കാര്യങ്ങളാണ് എല്ലാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മമാരോടൊരു ദേഷ്യമോ അകൽച്ചയോ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. ബട്ട് ഓൺ ദ കോൺട്രറി, എനിക്ക് കണ്ടിടത്തോളം ഓൺ ദ വീഡിയോസ് ഇൻ ദ ക്ലിപ്സ്, ഷീ ഈസ് വെരി അറ്റാച്ച്ഡ് ടു യു. ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ? ഐ തിങ്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഐ നെവർ സ്റ്റോപ്ഡ് ഹർ ഫ്രം ടോക്കിംഗ് ടു ഹർ father or communicating with her father or her father's family in that case. ഇപ്പൊ അവളുടെ അച്ഛൻ ഇല്ലെങ്കിൽ പോലും അവളുടെ ഗ്രാൻഡ് പാരൻസിന് അവളെ കാണണം എന്ന് പറഞ്ഞാൽ I'll immediately take her there. അതല്ല ഇപ്പൊ if she wants to be with her aunt for 2 days, അല്ലെങ്കിൽ അവളുടെ ബ്രദർ ഉണ്ട്, എൻ്റെ എക്സിസ്റ്ററിനോട് മോൻ്റെ കൂടെ 2-3 days നിൽക്കണം എന്ന് പറഞ്ഞാൽ she has all the freedom to do that. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടായിരിക്കാം പിന്നെ നിൽക്കുന്നത്. എൻ്റെ ഷീസ് ലിവിങ് ദ ലൈഫ് വിത്ത് മീ അല്ലേ. സോ ആ ഒരു അറ്റാച്ച്മെന്റ് ഇസ് ഡെഫിനറ്റ്ലി ദെയർ. വി ആർ ലൈക്ക് വെരി ക്ലോസ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ റിലേഷൻഷിപ്സ് ആണെങ്കിൽ പോലും ഷീ നോസ് എവറിഥിങ്. ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല. എല്ലാം കണ്ട് വളർന്നിട്ടുള്ള കുട്ടിയാണ്, എല്ലാം മനസ്സിലാക്കി വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. ആൻഡ് ചില സമയത്ത് ഞാൻ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് പോലും ചിലപ്പോൾ അവളെ ഇരുത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സംടൈംസ് ഐ ടോക്ക് ടു ഹെർ. കാരണം എനിക്ക് പേടിയാവും ചില പോയിന്റിലൊക്കെ എന്നെ ജഡ്ജ് ചെയ്യുമോ ആരെങ്കിലും എന്നുള്ള പേടി വരുമ്പോൾ, അറ്റ്ലീസ്റ്റ് എന്നെ ജഡ്ജ് ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ള ഒരാൾ ഇസ് മൈ ഡോട്ടർ. സോ ഐ ടോക്ക് ടു ഹെർ. ചിലപ്പോൾ ഒക്കെ തിരിച്ചെന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരിക്കും, ബട്ട് ഷീ ലിസൺസ്. വളരെ കാമായിട്ട് ഷീ ലിസൺസ് ടു മീ. അപ്പം അതൊക്കെ കൊണ്ടിട്ടായിരിക്കും ഷീ ഈസ് വെരി ക്ലോസ്. ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇസ് ദെയർ. ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. അത് ഓവർ ദ ടൈം അത് വന്നതാണ്.